ചലച്ചിത്ര മേഖലയിൽ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരും. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ IG സ്പർജൻ കുമാർ ഉൾപ്പെടെ 7 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘത്തിലെ തുടർ നീക്കങ്ങൾക്ക് യോഗം രൂപം നൽകും. ആരോപണം ഉന്നയിച്ച സിനിമാ പ്രവർത്തകരുമായി സംഘം ആശയവിനിമയം നടത്തും. ഇവർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കാനാണ് സർക്കാർ നിർദ്ദേശം. അന്വേഷണ സംഘത്തിലെ വനിതാ IPS ഓഫീസർമാരാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക. DIG അജിത ബീഗം, മെറിൻ ജോസഫ്, പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്ക്രെ ഉൾപ്പെടെ 4 വനിതാ IPS ഓഫീസർമാരാണ് സംഘത്തിലുള്ളത്. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘം ഇന്ന് ആദ്യമായി യോഗം ചേരുകയാണ്. ഏതു രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് റോഷിപാൽ? ഇന്ന് രാവിലെ 10 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് യോഗം ചേരുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉയർന്ന വിവിധ ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയമിച്ചത്. സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ IPS ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന പോലീസ് സംഘമാണ് ഈ പരാതികൾ അന്വേഷിക്കുക. ഇവരുടെ മുന്നിൽ ആദ്യം എത്തുന്ന പരാതി രഞ്ജിത്തിനെതിരെ ബംഗാൾ നടി ഉന്നയിച്ച ആരോപണമാണ്. കഴിഞ്ഞ ദിവസം കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ആ പരാതിയിൽ അവർ കേസെടുത്തു കഴിഞ്ഞു, FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും പരിശോധിക്കുക ഒന്ന്, ഇതുവരെ ഉയർന്ന ആരോപണങ്ങൾ എങ്ങനെ അതിൽ കേസെടുക്കണം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഇപ്പോൾ ഉയർന്ന ആരോപണം ഉയർത്തിയവരെ ആശയവിനിമയം നടത്തും. അത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇവരുമായി ആശയവിനിമയം നടത്തുക. അവർ പരാതിയിൽ ഉറച്ചു നിന്നാൽ പിന്നാലെ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രഞ്ജിത്തിനെതിരെ ഉയർന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനി അതിൻ്റെ നടപടിക്രമം എന്ന നിലയിൽ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പരാതി നൽകിയ ആ നടിയുടെ മൊഴി രേഖപ്പെടുത്തണം. നടിയെ അവിടെ കൽക്കത്തയിലെത്തി മൊഴി രേഖപ്പെടുത്തുമോ അതോ ഇങ്ങോട്ടേക്ക് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കും. അല്ലെങ്കിൽ ഓൺലൈനായി മൊഴി രേഖപ്പെടുത്തണോ? ഏതായാലും ഈ കാര്യങ്ങൾ ഒരു തീരുമാനമാകുന്നതിന് പിന്നാലെ തന്നെ രഞ്ജിത്തിന് എതിരെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തും. രഞ്ജിത്തിനെ അറസ്റ്റാണ് അടുത്ത നടപടി. ഏതായാലും രഞ്ജിത്ത് ചോദ്യമുനയിലേക്ക് വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളിൽ ചിലർ പരാതി നൽകാൻ സാധ്യതയില്ല എന്ന ഒരു അഭ്യൂഹമുണ്ട്. ചിലർ പരാതി നൽകില്ലെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്തു. അവരുമായി ആശയവിനിമയം നടത്തി അവർക്ക് ആത്മവിശ്വാസം നൽകി അവരിൽ നിന്ന് പരാതി സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതായാലും ഇന്ന് നടക്കുന്ന യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏത് തരത്തിൽ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ തീരുമാനം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. അതിന് തൊട്ടു പിന്നാലെ തന്നെ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിൽ നടപടിയുമായി മുന്നോട്ട് പോകും പ്രത്യേക അന്വേഷണ സംഘം. റോഷിപാൽ, ഇന്ന് എന്തായാലും ഈ രഞ്ജിത്തിനെതിരെയുള്ള പരാതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ കേസ് എടുക്കുന്നു. ആദ്യ കേസാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം. ഇതിലിപ്പോൾ ഈ കേസ് എടുക്കുമ്പോൾ ഇനി തുടർ നീക്കങ്ങൾ ഇപ്പോൾ റോഷിപാൽ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ചോദ്യം ചെയ്യൽ, ഒപ്പം ഈ ബംഗാളി നടിയുടെ മൊഴി എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിന് പിന്നാലെ കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യത, ഒപ്പം ചിലർ പരാതി നൽകാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇനിയൊരു തുറന്ന ഇടത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഇതുമായി പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തവർ ഉണ്ടാകും തീർച്ചയായിട്ടും. കാരണം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്, ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയാൽ മാത്രം പോരാ, ഇനി പരാതിയുമായിട്ട് ഇതിന് പുറകെ നടക്കണം എന്നൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇതുവരെ അവർക്ക് നൽകുന്ന ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന നിർദ്ദേശം. എന്തായാലും പക്ഷേ ഇതിന്റെ പുറകെ നടക്കാൻ പലർക്കും താല്പര്യമുണ്ടാകില്ല. എങ്കിൽ പോലും പരാതി കൂടുതൽ വരാനുള്ളൊരു സാധ്യത അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രഞ്ജിത്തിനെതിരെ കേസ്, രഞ്ജിത്തിനെതിരെയുള്ള കേസ് എന്തായാലും എടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് ഇപ്പോൾ നമുക്കറിയാം, സിദ്ദിഖിനെതിരെയുള്ള ആരോപണം ഉയർന്നിരുന്നു. സിദ്ദിഖ് രാജിവെച്ചിരുന്നു. ഒപ്പം കൂടുതൽ പേരുടെ പേരുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെയുള്ള പരാതികൾ കൂടുതൽ വരാനുള്ള സാധ്യതയില്ലേ? ഇന്നിപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും പരാതി എവിടെയെങ്കിലും നൽകാനുള്ള ഒരു സാധ്യതയുണ്ടോ? സിദ്ദിഖിനെതിരെയുള്ള പരാതി, അതുമായി ബന്ധപ്പെട്ട എന്തായാലും ആശയവിനിമയം നടത്തും ഉദ്യോഗസ്ഥന്മാർ. ഇതിനൊപ്പം തന്നെ ജനപ്രതിനിധി കൂടിയായ മുകേഷിനെതിരെ പരാതിയുണ്ട്. ബാബുരാജിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ സിനിമാ പ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണം ഉയർന്നു കഴിഞ്ഞു. ജയസൂര്യക്കെതിരെ അടക്കം ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇവരൊക്കെ ഈ ആരോപണ വിധേയർക്കെതിരെ പരാതി നൽകുമ്പോൾ എന്നതാണ് പ്രധാന വെല്ലുവിളി. ഇവർ പരാതി നൽകിയില്ലെങ്കിൽ എന്തു ചെയ്യും? ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഏതായാലും മൊഴി രേഖപ്പെടുത്താതെ
അന്വേഷണവുമായി അല്ലെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോവുക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതുകൊണ്ട് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച തിരുവനന്തപുരം സ്വദേശിയായ യുവനടിയുമായി ആശയവിനിമയം നടത്തും. അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതേപോലെ തന്നെ ഈ ബാബുരാജിനെതിരെയും ജയസൂര്യക്കെതിരെയും മുകേഷിനെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ചവരെയും സമാനമായി തന്നെ ആശയവിനിമയം നടത്തും. ഏതായാലും ഇന്ന് കൂടുതൽ പരാതികൾ പോലീസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പീഡനത്തിന്റെ കൂടുതൽ തെളിവുകളും ഒപ്പം അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളും വരാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തുന്നതിന് തൊട്ടു പിന്നാലെ ആ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഈ വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ ഈ വെളിപ്പെടുത്തുന്ന നടിമാരുമായി അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തും. അവരാണ് മൊഴി രേഖപ്പെടുത്തുക. അവർക്കാണ് ഈ ഇരകളുമായി അതിജീവിതമാരുമായി ആശയവിനിമയം നടത്താനുള്ള ചുമതല. അവർ ആ വിവരങ്ങൾ ശേഖരിക്കും, മൊഴി രേഖപ്പെടുത്തും, മുന്നോട്ട് പോകും. ഏതായാലും വളരെ കൃത്യമായി ഒരു പദ്ധതി ഇന്ന് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കും. വിട്ടുവീഴ്ച ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു കാര്യത്തിലും. പരാതി വരുന്നു, ആ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തുന്നു, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ FIR രജിസ്റ്റർ ചെയ്യുന്നു, അറസ്റ്റിലേക്ക് പോകുന്നു. ആ രീതിയിൽ തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തുണ്ട്. കാരണം പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിൽ സർക്കാരിനെതിരെ തുടക്കത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷം ഈ വിഷയം ആയുധവുമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉയർന്ന പരാതികളിൽ പോലീസ് നടപടി വൈകിപ്പിച്ചാൽ അത് വീണ്ടും പ്രതിപക്ഷം ആയുധമാക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. അതുകൊണ്ട് അതിനുള്ള ഒരു അവസരം എന്തായാലും സർക്കാർ നൽകില്ല. പോലീസിന് കൃത്യമായ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുമുണ്ട് ഈ കാര്യത്തിൽ. ഏതായാലും ഏറ്റവും നിർണായക യോഗമാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രാവിലെ 10 മണിക്ക് നടക്കുക. ആ യോഗത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി കൂടെ പങ്കെടുക്കുന്നുണ്ട്, വെങ്കടേഷ് കൂടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. റോഷിപാൽ, നമുക്കറിയാം ഇപ്പോൾ നടന്മാർക്കെതിരെ മാത്രമല്ല സംവിധായകർക്കെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ഉൾപ്പെടെ ഈ മേഖലയിലെ ഒരുവിധം എല്ലാ ആളുകൾക്കെതിരെയും എല്ലാ വിഭാഗം ആളുകൾക്കെതിരെയും ഈ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇന്നിപ്പോൾ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യഘട്ട യോഗം ചേരുമ്പോൾ ഏതു രീതിയിലായിരിക്കും അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോവുക? എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പ്രധാനമായും അവർ ചർച്ച ചെയ്യുക? ഒന്ന്, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ആരോപണങ്ങളുമായി നിരവധി സിനിമാ പ്രവർത്തകർ രംഗത്തെത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സിനിമാ മേഖലയിൽ നടന്ന ക്രൂരമായ പീഡനങ്ങൾ, വേട്ടയാടലുകൾ, അതിന് വിധേയമായ പലരും സിനിമാ മേഖലയിൽ നിന്നും ഒഴിവായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ എതിർത്തവർ പൂർണ്ണമായും അവർക്ക് പിന്നീട് അങ്ങോട്ട് വേഷങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് 2019 ഡിസംബർ 31 സമർപ്പിച്ചത്. 4.5 വർഷത്തിന് ശേഷം ഈ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വരുമ്പോൾ ഉണ്ടായ ചലനങ്ങളാണ് ഈ വെളിപ്പെടുത്തലുകളും പരാതികളും. ഏതായാലും അവർക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ, പൊതുസമൂഹത്തിന്റെ പിന്തുണ, അതുകൊണ്ട് ഒന്ന് മാത്രമാണ് ഇത്രയേറെ സിനിമാ പ്രവർത്തകർ ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ തന്നെ തയ്യാറായത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഹൈക്കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പീഡനത്തിനിരയാകുന്ന ഇരകൾ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അവർ പരാതിയുമായി മുന്നോട്ട് വരുന്നതിന് അവർക്ക് പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇത് ഈ പരാമർശം, ഹൈക്കോടതിയുടെ പരാമർശം തന്നെ അത് വലിയ രീതിയിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി വന്നാൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന സർക്കാർ നിലപാടിന് വിരുദ്ധവുമാണ്. ആ ഒരു സാഹചര്യം കൂടി ഈ അന്വേഷണ സംഘം പരിഗണിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അന്വേഷണ സംഘത്തിന്റെ പ്രധാന പരിഗണനകളിലൊന്ന് ആരോപണം ഉന്നയിച്ചവർ അവർ പരാതി നൽകിയില്ലെങ്കിലും അവരെ അങ്ങോട്ട് ബന്ധപ്പെട്ട് അവർക്ക് പരാതിയുണ്ടോ എന്ന് ഉറപ്പുവരുത്തി അവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ എന്നടക്കം ഉറപ്പുവരുത്തിയതിനു ശേഷം മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായിട്ടുള്ള തീരുമാനം. ആ കാര്യത്തിൽ ഇന്ന് വളരെ വിശദമായ ഒരു തീരുമാനമുണ്ടാകും. ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണം, എന്തൊക്കെ തരത്തിലായിരിക്കണം നടപടി, ഇനി കൂടുതൽ അംഗങ്ങളെ ഈ അന്വേഷണ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തണോ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഡിവൈഎസ്പിമാർ ഒപ്പം ഇൻസ്പെക്ടർമാരും ASIമാരും അടക്കമുള്ള ഒരു സംഘത്തെ ഇതിലേക്ക് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഈ സംഘം കൂടുതൽ വിപുലീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴുള്ള 7-അംഗ സംഘം, അത് IPS ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന 7-അംഗ സംഘം, അത് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല. ഏതായാലും 10 മണിക്ക് നടക്കുന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ തീരുമാനമുണ്ടാവുക. ഏതായാലും പൊതുസമൂഹം ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു അന്വേഷണമാണ് ഈ ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിനാണ് അന്വേഷണ ചുമതല. അതിൽ ഏതാണ്ട് 4 പേരും വനിതാ IPS
ഉദ്യോഗസ്ഥന്മാരാണ്. നേരത്തെ പ്രതിപക്ഷമടക്കം വനിതാ IG-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് രൂപം നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ കൂടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാകാം ഒരുപക്ഷെ നാളെ ഹൈക്കോടതി ഈ സെപ്റ്റംബർ 10-ാം തീയതി ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ അതിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയാണെങ്കിൽ ഇതേ സംഘം തന്നെയായിരിക്കും ആ അന്വേഷണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഏറ്റെടുക്കുക. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഈ 4-അംഗ IPS ഉദ്യോഗസ്ഥന്മാരെ വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ചലച്ചിത്ര മേഖലയിൽ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേരും. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഇന്നലെ പരാതി നൽകിയിരുന്നു, അതിൽ കേസും എടുത്തിരിക്കുന്നു. ഏതായാലും വരും മണിക്കൂറുകൾ ഈ വിഷയത്തിലേറെ നിർണായകമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.